മർമ്മശാസ്ത്രം 72,000 നാഡീഞരമ്പുകളുള്ള മനുഷ്യ ശരീരത്തിൽ പ്രാണവായു തങ്ങി നിൽക്കുന്ന സ്ഥാനങ്ങളെയാണ് മർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സ്ഥാനങ്ങളെ കാറ്റ്, പുരവി, ശരം എന്നിങ്ങനെ പല പേരുകളിലും വിളിക്കുന്നുണ്ട്. അതിനകത്ത് 72,000 നാഡീഞരമ്പുകളുള്ള മനുഷ്യ ശരീരത്തിൽ മർമ്മമല്ലാതെ മറ്റൊന്നില്ല. ആ 72,000 നാഡീഞരമ്പുകളുള്ള ശരീരത്തിൽ അതിൽ 96 തൊടുവർമ്മ സ്ഥാനങ്ങൾ, അതുപോലെ തന്നെ 12 പടുവർമ്മ സ്ഥാനങ്ങളായി മൊത്തം 108 സ്ഥാനങ്ങളെയാണ് പ്രാണവായു അല്ലെങ്കിൽ ജീവൻ തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. വിധിപ്രകാരം, അഗസ്ത്യശാസ്ത്ര പ്രകാരം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു മർമ്മശാസ്ത്ര ഗ്രന്ഥം ഞാൻ പകർന്നു കൊടുക്കുന്നുണ്ട് പല ആളുകൾക്കും. അപ്പോൾ ആ ഗ്രന്ഥം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്, എന്നോട് പറയാവുന്നതാണ്. അപ്പോൾ ഞാനത് പ്രകാരം നിങ്ങൾക്കത് നൽകുന്നതുമാണ്. 108 വർമ്മസ്ഥാനങ്ങളും അതിൽ ക്ഷതം സംഭവിച്ചാൽ ചെയ്യേണ്ട ഇളക്കുമുറ എന്ന് പറയുന്ന രീതിയും, അതുപോലെ തന്നെ ആ ഇളക്കുമുറ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട പച്ചമരുന്ന് പ്രയോഗങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ 108 വർമ്മസ്ഥാനങ്ങളിൽ 12 പടുവർമ്മ സ്ഥാനങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ 96 തൊടുവർമ്മ സ്ഥാനങ്ങളും, അതിനകത്ത് തന്നെ ഇരട്ട വർമ്മ സ്ഥാനങ്ങളുണ്ട്, ഒറ്റ വർമ്മ സ്ഥാനങ്ങളുണ്ട്. ഇതെല്ലാം പാടെ കൂട്ടിച്ചേർത്താണ് 108 വർമ്മസ്ഥാനങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. ഈ 108 വർമ്മസ്ഥാനങ്ങളിൽ 96 തൊടുവർമ്മ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഞരമ്പിൻ കൂറുമായിട്ട്, ഞരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ 12 പടുവർമ്മ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അസ്ഥിക്കൂറുമായിട്ടാണ്, അസ്ഥി ചുരുക്കുകളിലും മറ്റുമായിട്ടാണ് തങ്ങി നിൽക്കുന്നത്. ഇതിൽ 12 പടുവർമ്മ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ജീവഹാനി ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഒരാളുടെ മരണം, നാഴികകൾക്കുള്ളിൽ മരണം സംഭവിക്കാവുന്ന ചില സ്ഥാനങ്ങളാണ് 12 പടുവർമ്മ സ്ഥാനങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ ഈ തൊടുവർമ്മ സ്ഥാനങ്ങളും മരണം സംഭവിക്കില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞത്, പക്ഷേ വളരെയധികം വേദനാജനകവും അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ചലനങ്ങളെ, ജീവൻ്റെ പ്രാണവായു തങ്ങി നിൽക്കുന്ന 96 തൊടുവർമ്മ സ്ഥാനങ്ങളിൽ ക്ഷതമേൽക്കുമ്പോൾ മനുഷ്യൻ്റെ ചലനങ്ങളെ അത് ഇല്ലാതാക്കുന്നതിനും ഒക്കെ പറ്റുന്ന ഒരു മർമ്മസ്ഥാനങ്ങളെയാണ് നമ്മൾ ഈ 96 തൊടുവർമ്മ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ 12 പടുവർമ്മ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അതിഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട സ്ഥാനങ്ങൾ തന്നെയാണ്. ഏകദേശം സംഘകാലത്തോളം പഴക്കമുള്ള ഈ മർമ്മ വിദ്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചതും. പിതാവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അഗസ്ത്യമുനി തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കളരി ബേസ്ഡായിട്ട്, കളരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈ മർമ്മകല എന്ന് പറയുന്ന വിദ്യ പഠിപ്പിക്കുന്നു എന്ന് മാത്രം. അത് തെക്കൻ സമ്പ്രദായത്തിലായാലും ശരി, വടക്കൻ സമ്പ്രദായത്തിലായാലും ശരി, മറ്റ് തുളുനാടനോ അങ്ങനെ ഏത് സമ്പ്രദായത്തിലായാലും ശരി, മർമ്മകല എന്ന് പറയുന്നത് അഗസ്ത്യരുടെ ആണ്. അത് പല ആളുകളുടെയും സംശയം എന്ന് പറയുന്നത് മർമ്മം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളരി പഠിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. മർമ്മകല എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കുന്ന ഒരു കലയാണ്. അത് പഠിക്കാൻ കളരി പഠിച്ച ഒരാൾക്ക് മാത്രമേ മർമ്മകല പഠിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. അങ്ങനെ ഒരു ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയല്ല അതിൻ്റെ കാര്യങ്ങളും. പണ്ട് ആയോധന കലകൾക്കൊപ്പം സെൽഫ് ഡിഫെൻസ്, അതായത് അതിനു വേണ്ടിയിട്ട് ഇത്തരം മർമ്മകലകളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗുരുകാരണവന്മാർ. വളരെ ചുരുങ്ങിയിട്ടുള്ള ഗുരുക്കന്മാർക്ക് മാത്രമാണ് ഈ ഒരു മർമ്മകല ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടുള്ളൂ. അതിന്നും പലരും അനുഷ്ഠിച്ച് വരുന്നുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഞാൻ എന്നെ വിളിക്കുന്ന ആളുകൾക്കെല്ലാം ഇപ്പോൾ ആൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഈ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കുന്ന ആളുകൾക്ക് ഞാനത് പകർന്നു തരുന്നതാണ്. അപ്പോൾ വെറുതെ എല്ലാവരും പറയുന്ന പോലെ മർമ്മം പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു ചിത്രം വരച്ചിട്ട് അല്ലെങ്കിൽ അതൊരു പോയിൻ്റായിട്ട് കാണിച്ചിട്ട് അതല്ല, അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഓരോ വർമ്മസ്ഥാനങ്ങളും വിരൽ കണക്കിലും അങ്കുല കണക്കിലും ഓരോ ഭാഗങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്കുലം എന്താണ്, വിരൽ കണക്ക് എന്താണ്, സ്ഥാനത്തിൻ്റെ ആഴം എത്ര ആഴത്തിലാണ് ഈ സ്ഥാനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ ഇതിനകത്ത് 108 വർമ്മസ്ഥാനങ്ങളും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണ്, ആഴങ്ങളിലാണ്, ശരീരത്തിൻ്റെ ആഴങ്ങളിലാണ്. അങ്ങനെ പറയാൻ കാരണം നമ്മളിപ്പോൾ ഉത്സവങ്ങളിലൊക്കെ അടിയും വഴക്കവും ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മൾ പിള്ളേരെ വന്നിട്ട് കയ്യിൽ കിട്ടിയത് കൊണ്ട്
ഓരോരുത്തരെയും അടിക്കും. എന്തുകൊണ്ട് വർമ്മസ്ഥാനങ്ങളിൽ ഏൽക്കുന്നില്ല, മരണം സംഭവിക്കുന്നില്ല, ഹോസ്പിറ്റലിൽ പോയാൽ രക്ഷപ്പെടുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. വർമ്മസ്ഥാനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ്. അതിന് കൃത്യമായ ആഴങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള മുദ്രകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളൊരു ഗോദ്രേജിൻ്റെ പൂട്ട് മേടിച്ചു എന്ന് വിചാരിക്കുക. ആ പൂട്ട് നിങ്ങൾക്ക് തുറക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തല്ലി പൊളിച്ച് തുറക്കാം. പക്ഷെ ആ പൂട്ട് പൂട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാവി തന്നെ വേണം. അപ്പോൾ എന്ന് പറയുന്ന പോലെ 108 വർമ്മസ്ഥാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള മുദ്രകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ആ സ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആഴങ്ങൾ, ഇവയെല്ലാം മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് വർമ്മശാസ്ത്രങ്ങൾ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ഒരു ചികിത്സാ രീതിയിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വർമ്മസ്ഥാനങ്ങളിൽ പ്രയോഗിക്കാനും കഴിയത്തുള്ളൂ. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഞാനിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് സംസാരിക്കാം, എന്നതിന് ശേഷം ബുക്ക് ചെയ്യാം. മനുഷ്യ ശരീരത്തിൽ ജീവൻ അല്ലെങ്കിൽ ശ്വാസം, അതുമല്ലെങ്കിൽ പ്രാണവായു തങ്ങി നിൽക്കുന്ന ഇടങ്ങളാണ് മർമ്മസ്ഥാനങ്ങൾ. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മുറിവോ ക്ഷതമോ ഉണ്ടായാൽ ഇതു കാരണം കൊണ്ട് ശരീരത്തിൽ വിഷമതകളോ ജീവഹാനിയോ സംഭവിക്കുകയോ ചെയ്യുന്ന സ്ഥാനങ്ങളെയാണ് മർമ്മങ്ങൾ എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ അഷ്ടാംഗ ഹൃദയത്തിൽ മർമ്മസ്ഥാനത്തെക്കുറിച്ചിട്ട് പറയുന്നത് ഇപ്രകാരമാണ്: വിഷമം സ്പന്ദനം എത്ര പീഡിതേ രുക്ച മർമ്മതൽ എന്ന് വെച്ചാൽ വിട്ടുവിട്ട് സ്പന്ദിക്കുകയും അതുപോലെ തന്നെ അമർത്തുമ്പോൾ വേദനിക്കുകയും ചെയ്യുന്ന ശരീരഭാഗങ്ങളെയാണ് മർമ്മസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ജീവൽ സ്ഥാനങ്ങളാണ്. ജീവൻ ശരീരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ആ ജീവൻ ശരീരത്തിൽ ഞരമ്പുകളുടെ സന്ധികളിൽ അല്ലെങ്കിൽ ഇടുക്കുകളിൽ തങ്ങിയിരിക്കുന്നു. അങ്ങനെ ജീവൻ തങ്ങുന്ന ഇത്തരം സ്ഥാനങ്ങളെയാണ് മർമ്മസ്ഥാനങ്ങളായിട്ട് ഗുരുകാരണവന്മാർ കണക്കാക്കിയിരിക്കുന്നത്. ജീവൻ തങ്ങുന്ന സ്ഥാനങ്ങളെ മർമ്മം എന്നും പറയും. അതുപോലെ തന്നെ പല പേരുകളിലും വിളിക്കപ്പെടുന്നുണ്ട്. കാറ്റ്, പുരവി, ശരം എന്നിങ്ങനെ പല പേരുകളിലാണ് മർമ്മസ്ഥാനങ്ങളെ അവ തങ്ങി നിൽക്കുന്ന സ്ഥാനങ്ങൾക്കുള്ള പേരായിട്ട് നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രോഗമുക്തിക്കും അതുപോലെ തന്നെ രോഗങ്ങൾ വരുത്താനും എല്ലാത്തിനും കാരണമാകുന്ന സ്ഥാനങ്ങളാണ് മർമ്മസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. മർമ്മങ്ങളിലുള്ള പീഡകളെ ചികിത്സിക്കാനും മർമ്മത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയെ മർമ്മശാസ്ത്രശാഖ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. സിദ്ധന്മാരാണ് യഥാർത്ഥത്തിൽ മർമ്മ ചികിത്സ ചെയ്യുന്നത്. ഇതൊരു രഹസ്യശാസ്ത്രം കൂടിയാണ്. ജീവൻ അപകടം വരുത്താൻ കാരണമാകുന്ന ഇത്തരം രഹസ്യങ്ങളെ ദുഷ്ടന്മാരിൽ നിന്നും മറച്ചു വച്ചിരിക്കുന്നു ഗുരുകാരണവന്മാർ. ഗുരുകുല സമ്പ്രദായ പ്രകാരമാണ് ഈ വിദ്യ മറ്റുള്ളവരിൽ എത്തുന്നത്. ഉത്തമനായിട്ടുള്ള ഒരു ശിഷ്യന് മാത്രമേ ഗുരുക്കന്മാർ ഈ വിദ്യ നൽകത്തുമുള്ളൂ. ഇത് പഠിപ്പിക്കുന്ന രീതി എന്ന് വെച്ചാൽ കളരി സമ്പ്രദായത്തിൽ കൂടെയാണ് ഇത് പഠിപ്പിക്കുന്നത് തന്നെ. മർമ്മം പൊതുവെ പടുവർമ്മം, തൊടുവർമ്മം, തട്ടുവർമ്മം, മെയ്തീണ്ടാക്കാലം എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. ഇതിൽ മൊത്തത്തിൽ 108 സാധാരണ നമ്മളെല്ലാവരും കണക്കാക്കുന്നതും അഗസ്ത്യശാസ്ത്ര പ്രകാരം പറഞ്ഞിട്ടുള്ളത് 108 വർമ്മസ്ഥാനങ്ങളാണ്. BC 10,000 മുതൽ BC 5000 വരെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ദ്രാവിഡ ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ സിദ്ധമതം എന്ന് പറയുന്നത്. ഈ മതത്തിലെ ആചാര്യന്മാരെ സിദ്ധർ എന്നാണ് പൊതുവെ വിളിക്കാറ്. പ്രാണവായു തങ്ങി നിൽക്കുന്ന മർമ്മസ്ഥാനങ്ങളിൽ മർദ്ദം കൊടുക്കുന്നതിലൂടെ, പ്രഹരമേൽപ്പിക്കുന്നതിലൂടെ ശരീര ആരോഗ്യത്തെ സംരക്ഷിക്കാനോ നശിപ്പിക്കാനോ കഴിയുന്ന എല്ലാത്തിനും ഈ 2 വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ശരീരത്തെ നശിപ്പിക്കാൻ പ്രഷർ പോയിന്റുകളിൽ, അതായത് മർമ്മസ്ഥാനങ്ങളിൽ ക്ഷതം കൊടുക്കുന്നതിലൂടെ ശരീരത്തെ നശിപ്പിക്കാനും നമുക്ക് കഴിയും. അതുപോലെ തന്നെ ചില മർമ്മസ്ഥാനങ്ങളിൽ തട്ടിയിട്ട് ആരോഗ്യനില തകരുമ്പോൾ അതിനെ മറുസ്ഥാനങ്ങളിലൂടെയും അല്ലെങ്കിൽ മറുതട്ട് തട്ടിയും നമുക്ക് തിരിച്ച് ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനും എല്ലാം സാധിക്കുന്ന സ്ഥാനങ്ങളും കൂടിയാണ് മർമ്മസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾ 50 കൊല്ലം കളരി പഠിച്ചിട്ടും കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ 50 കൊല്ലം കളരി പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയ്വഴക്കം വരും എന്നുള്ളതൊരു വസ്തുത. പിന്നെ അത്രയും കളരി അഭ്യാസ മുറകൾ പഠിച്ചിട്ട് നിങ്ങൾക്കത് ഗുണത്തിൽ വരണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും വിശദീകരണങ്ങൾ ഗുരുക്കന്മാർ തരണം. നിങ്ങൾക്ക് വിശദീകരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കളരിയിൽ മെയ്പയറ്റായാലും കൈതൊഴുത് മാറോട് പിടിച്ച് ഇടത് കയറി വലിഞ്ഞവർന്ന് എന്ന് പറയുന്ന ആ കൈതൊഴുത് മാറോട് പിടിച്ച് അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് നമ്മുടെ പ്രയോഗവശങ്ങൾ.
അതായത് മാറ്റാൻ്റെ 108 വർമ്മസ്ഥാനങ്ങളും ഞാൻ എൻ്റെ കൈക്കുള്ളിലാക്കി എന്നാണ് ഈ കൈതൊഴുതു മാറോട് പിടിച്ച് എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പ്രയോഗങ്ങൾ തുടങ്ങി. അപ്പോൾ അത്തരം വിശദീകരണങ്ങൾ ഓരോ മൂമെൻറ്റ്സിലും, കളരിയിലെ ഓരോ മൂമെൻറ്റ്സിലും വരുന്നത് അതൊക്കെ എന്തിനാണ് എന്നുള്ള വിശദീകരണങ്ങൾ കൂടി കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ഉപകാരത്തിൽ വരത്തുള്ളൂ. അപ്പോൾ ആ പ്രയോഗവശങ്ങളെല്ലാം തന്നെ, വിശദീകരണത്തിൽ വരുന്ന ആ പ്രയോഗവശങ്ങളെല്ലാം തന്നെ മനുഷ്യ ശരീരത്തിലെ സ്ഥാനങ്ങളിലേക്കാണ് വരുന്നത്, മർമ്മസ്ഥാനങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിശദീകരണം കൂടി കളരി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം. അതിൻ്റെ ഒപ്പം തന്നെ മർമ്മശാസ്ത്രം കൂടി പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾ പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ എങ്കിൽ മാത്രമാണ് പിന്നീട് പിൽക്കാലത്തൊരു ചികിത്സാ രീതിയിലേക്ക്, ഒരു ഉഴിച്ചിൽ കാര്യങ്ങൾ അതിലേക്കൊക്കെ കടക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 108 വർമ്മസ്ഥാനങ്ങളും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ 108 വർമ്മസ്ഥാനങ്ങൾ അറിയണം. അതുപോലെ തന്നെ 108 വർമ്മസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ശരീരത്തിൽ, അതായത് സൂക്ഷ്മ ശരീരത്തിൽ എത്ര അങ്കുലം ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നു, എത്ര വിരൽ കണക്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ അത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ് മർമ്മശാസ്ത്രം പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ അത് ഉപകാരത്തിൽ വരുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യാവുന്നതാണ്. ഞാനത് നിങ്ങൾക്ക് പകർന്നു തരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് ഏറ്റവും ടോപ്പിലുള്ള ബെൽ ഓൾ ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കണം. എങ്കിലാണ് ഞാനൊരു വീഡിയോ ഇട്ടത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ മർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വീഡിയോസും ഇനി നിങ്ങൾക്ക് ഈ ചാനലിലൂടെ പ്രതീക്ഷിക്കാം.